പ്രായമായവരിലെ അസിഡിറ്റി, ദഹന പ്രശ്നങ്ങൾ, മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം വീട്ടിൽ മറ്റുള്ളവർ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെ മാതാപിതാക്കളും പ്രായമായുള്ളവരും കഴിക്കുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ മക്കളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചും, കാരണം മക്കൾക്ക് ജോലി തിരക്കാണ്, ഇനി നമുക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും, അതോടൊപ്പം തന്നെ പ്രായമാകുമ്പോൾ ഇതെല്ലാം നോർമലാണ്, മലബന്ധവും വരുന്നതും അസിഡിറ്റി കൂടുന്നതും ഇതെല്ലാം നോർമലാണ് എന്ന് വിചാരിച്ചും ഇരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രായമുള്ളവരിൽ അസിഡിറ്റി വിട്ടുമാറാൻ കാരണം. ഇങ്ങനെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ പ്രായമാകും തോറും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വീക്കായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 30-40 വയസ്സിലൊക്കെ കഴിച്ച ഭക്ഷണം അതുപോലെ തന്നെ നമുക്ക് ഒരു 60 വയസ്സിന് മേലുള്ള ആൾ കഴിച്ചാൽ അതേ രീതിയിൽ ദഹിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രായമായവരുടെ മക്കൾ അത് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള എരിവ് കുറച്ചുള്ള കറികൾ അല്ലെങ്കിൽ നാരടങ്ങിയ ഭക്ഷണങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. അതിന് പകരം നമ്മൾ ജോലി തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾക്കും ഒരു ഭക്ഷണം തന്നെ മാതാപിതാക്കൾക്കും സെയിം ഭക്ഷണമാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമായുള്ളവരിൽ കണ്ടുവരുന്ന ഈ അസിഡിറ്റി, ദഹന പ്രശ്നങ്ങൾ, മലബന്ധം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വളരെ നോർമൽ ആണെന്ന് വിചാരിക്കാണ്ട് ഇത് പരിഹരിച്ചെടുക്കാനായിട്ട് കൃത്യമായിട്ട് ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്യണമെന്നും മക്കൾ അതിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വേഗത്തിൽ തന്നെ പരിഹരിച്ചെടുക്കാൻ നമ്മളെ സഹായിക്കും.